ഹായ് ഓൾ. ഞാൻ ഇപ്പം കുറേ മഴക്കാലമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും കോവിഡ് നമ്മളെ വിട്ടു പോയിട്ടൊന്നുമില്ല. കോവിഡിൻ്റെ പോലെ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങൾ ഇപ്പം വൈറൽ ഫ്ലൂ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ടേസ്റ്റും സ്മെല്ലും നഷ്ടപ്പെട്ടു പോയവർക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിക്കവറായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തായാലും ഈ ഒരു പനിയോ അല്ലെങ്കിൽ കഫ കോൾഡ് എന്ത് വന്നെന്ന് പറഞ്ഞാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എന്തായാലും നമ്മൾ വാങ്ങിക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് വന്ന സിംറ്റം എന്ന് വെച്ചാൽ പനിയല്ലായിരുന്നു, നമുക്ക് ചുമയും ജലദോഷവുമായിട്ടായിരുന്നു വന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഡോക്ടറെ പോയി കണ്ടു. 3 തവണ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് തന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ ചെയ്യാനുള്ളൊരു മെഡിസിനും അതുപോലെ തന്നെ ടെലികാസ്റ്റ് എന്ന് പറഞ്ഞൊരു മെഡിസിനുമായിരുന്നു തന്നത്. അല്ലാതെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡെയിലി ട്വൈസ് തുളസി അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയിലയില്ലേ അതിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്യുമായിരുന്നു, രാവിലെയും വൈകിട്ടും. അതുപോലെ തന്നെ യൂക്കാലിപ്സ്, ഗ്രാമ്പു, അങ്ങനെയുള്ള ഐറ്റംസ്, ഏലക്ക, ലെമൺ, ജിഞ്ചർ, ഇതൊക്കെ ഞാൻ ഒത്തിരി തവണ രാവിലെയും വൈകിട്ടും സ്മെൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത് ഡെയിലി നമുക്കൊരു സ്മെല്ല് കിട്ടുന്നിടം വരെ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടുന്നിടം വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മഞ്ഞളും കുരുമുളക് അതുപോലെ തന്നെ ഹണി, നാരങ്ങ, ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് 3 നേരം കഴിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ വെള്ളം, അതായത് വാം വാട്ടറിനകത്ത് ജിഞ്ചർ ചേർത്തിട്ട് 2 നേരം കുടിക്കുമായിരുന്നു. കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പിന്നെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യം അക്യുപഞ്ചറാണ്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ 2 സൈഡുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് കുറച്ച് നേരം ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇല്ലേ, ഈ പിരികത്തിൻ്റെ തടുക്ക് ഭാഗം ഇവിടെ മസാജ് ചെയ്യാം, ഈ ഒരു ഭാഗം മസാജ് ചെയ്യാം. ഇതൊക്കെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഹണിയും നാരങ്ങയും കൂടെ വാം വാട്ടറിനകത്ത് ഒഴിച്ചിട്ട് 2 നേരം കുടിച്ചു. ഷുഗർ ഉള്ളവർ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിക്കവറി ഉണ്ടാകും.